ബലിദാനികളെന്ന് പറയുന്നത് വിദ്യാർത്ഥി പരിഷത്തിന് എന്നും അവരുടെ നെഞ്ചിലൊരു കനലായി തന്നെ നിൽക്കുന്നതാണ്. കാരണം പ്രസ്ഥാനത്തിന് വേണ്ടിയും സമാജത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ഭീകരവാദികളാൽ കൊല്ലപ്പെടുന്നു. അത്തരത്തിൽ ഈ ബലിദാനികളാകേണ്ടി വന്ന നിരവധി ആളുകളുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ CPM ആക്രമണത്തിലല്ല, അതോടൊപ്പം തന്നെ ഈ മതഭീകരവാദ സംഘടനകളുടെ ആക്രമണത്തിനിരയായി ബലിദാനികളാകേണ്ടി വന്ന നിരവധി സ്വയം സേവകരുണ്ട്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് അവർ ഈ നീതിന്യായ കോടതിയിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെയും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഈ പോലീസ് അതിനു വേണ്ടി ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണമാണ് ഉയർന്നത്. അതായത് ആദ്യം ലോക്കൽ പോലീസ് ഈ അന്വേഷണം നടത്തവേ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള കാലതാമസം എടുത്തു. അതോടൊപ്പം തന്നെ മൊഴി രേഖപ്പെടുത്തിയതിലെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതായത് ഈ വിശാൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയ മൊഴികളിൽ കൃത്യതയില്ലാതെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു. 3 DYSPമാർ മാറി മാറി അന്വേഷിക്കുന്ന കേസാണ് 13 എത്താം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കേരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഇതുവരെ പ്രതികരിച്ച ആളുകളെല്ലാം അങ്ങേയറ്റം ഞെട്ടലാണ് ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ രാജ്യം നിരോധിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയാണല്ലോ ക്യാമ്പസ് ഫ്രണ്ട്. അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ ഭീകരാക്രമണമാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ 2012 നടന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഇതാ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്? വിശാലിന്റെ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി ക്രൂരവും നിരാശാജനകവുമാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുന്ന, ഉത്കണ്ഠ ഉളവാക്കുന്ന ഒരു വിധിയാണ് വിശാലിന്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കിട്ടാൻ വേണ്ടി തന്നെ ഒരു വലിയ പോരാട്ടം നടത്തേണ്ടി വന്നു. സുപ്രീം കോടതി വരെ പോയിട്ടാണ് അത് നേടിയെടുത്തത് വിശാലിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും. കോടതിയിൽ സ്വാഭാവികമായും ഇത്തരം ഒരു കേസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ബോധപൂർവം തന്നെ പ്രതികളെ നീക്കാനുള്ള കരുക്കൾ പണം വാങ്ങി ഉദ്യോഗസ്ഥന്മാർ നേരത്തെ തന്നെ ചെയ്തിരുന്നുവെന്ന് കേസിന്റെ കുറ്റപത്രം ഒരു തവണ വായിക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ കേസ് നടക്കുന്ന വേളയിൽ നല്ല തന്നെ കേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്. കോളേജിനുള്ളിലായതുകൊണ്ട് പ്രധാനപ്പെട്ട സാക്ഷികൾ വിദ്യാർത്ഥികളാണ്. പക്ഷേ SFIയുടെയും KSUവിന്റെയും ഒക്കെ നേതാക്കന്മാർ ആ കേസിൽ കൂറുമാറി സാക്ഷി പറഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ മുഴുവൻ പ്രതികളെ അല്ലെങ്കിലും പല പ്രതികളെയും ശിക്ഷിക്കാൻ സാധിക്കുന്ന, 5-10 പ്രതികളെങ്കിലും ശിക്ഷിക്കാൻ സാധിക്കുന്ന സാക്ഷിമൊഴികളും അതുപോലെ സാഹചര്യ തെളിവുകളും എല്ലാം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനൊരു വിധി ഉണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. എന്ത് സന്ദേശമാണ് ഇത്തരം വിധികൾ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയെ, നിഷ്കളങ്കനായ ഒരു വിദ്യാർത്ഥിയെ ഇത്രയും ആളുകളുടെ മുമ്പിൽ കൊലപ്പെടുത്തിയ ആളുകൾ നെഞ്ചു വിരിച്ച് കൈവീശി നടന്നു പോവുകയാണ്. ആഹ്ലാദിക്കാം, അവര് റീലൊക്കെ ഇട്ടിട്ട് ആഹ്ലാദിക്കാം. അപ്പൊ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ്. പട്ടാപ്പകൽ ഒരു കലാലയത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് ഒരു വിദ്യാർത്ഥി നേതാവിനെ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ കൊന്നാൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന ഔദ്ധത്യം കൊലയാളികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഇത്തരം വിധികൾ കൊണ്ട് സാധിക്കുകയുള്ളൂ. അങ്ങേയറ്റം നിരാശാജനകമാണ് ഈ വിധി. വത്സൻ തില്ലങ്കേരി, ഈ കേസിൽ KSUവിൻ്റെയും SFIയുടെയും മൊഴിമാറ്റം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ? കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ടുകൊണ്ട് നിന്നത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയും ഒക്കെയാണ്. ഈ 2 പേരും
ഈ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കോടതിയിൽ അന്ന് നടത്തിയത്. സംഘടനകളുമായി കോൺഗ്രസും CPM-ഉം കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുക്കൽ വാങ്ങലുകളുടെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണിത്. അവര് ഭീകരതയ്ക്കെതിരായിട്ട്, വർഗീയതയ്ക്കെതിരായിട്ടൊക്കെ വലിയ വാചാടോപം നടത്തും. പക്ഷെ ഇത്തരം നിർണായകമായ സന്ദർഭങ്ങളിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നുകിൽ ഭീകരന്മാരെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി. സാക്ഷികൾ കൂറുമാറി എന്നേ ഇതിൽ നിന്ന് വ്യക്തമാവുകയുള്ളൂ. നേരിട്ട് കണ്ടൊരു കാര്യം, ഒരു വിദ്യാർത്ഥി, സഹപാഠിയായ ഒരാള്, അങ്ങനെയുള്ള ഒരാള് കൊല്ലപ്പെട്ടിട്ട് പോലും ഒരു മനസ്സാക്ഷി ഓക്കെ. ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കേരിയാണ് പ്രതികരിച്ചത്. അങ്ങേയറ്റം നിരാശാജനകം. എന്ത് സന്ദേശമാണ് ഇത്തരം വിധികൾ ഈ സമൂഹത്തിന് നൽകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടാപ്പകൽ ഒരു ക്യാമ്പസിൽ കയറി ഒരു വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയ ശേഷം ക്രിമിനലുകൾ റീൽസ് ഉൾപ്പെടെ ഇട്ട് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു. നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഒരു സംഘടന നടത്തിയിട്ടുള്ള ഭീകരാക്രമണമാണ്. ഈ കേസിലെ ആ ഭീകരന്മാരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ കോടതി വിധി നല്ല സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത് എന്ന് ഹിന്ദു ഐക്യവേദി പ്രതികരിക്കുന്നു. എന്തായാലും സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുന്ന കോടതി വിധിയാണ് വിശാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതോടെ ഇന്നത്തെ ലൈവ് റിപ്പോർട്ട്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഉച്ചവാർത്തയുമായി അശ്വതി വാദിക്കലെത്തും. നമസ്തേ.